താൻ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഏയ് ഇല്ലല്ലോ. എന്താ? ഏയ് എന്തോ അങ്ങനെ ചോദിക്കാൻ തോന്നി. ഉം, എനിക്ക് ഈ പെണ്ണ് കാണലൊന്നും അത്ര വശമില്ല കേട്ടോ. ഇതിപ്പോ ആദിത്യ. തന്റെ എങ്ങനെയാ? ഇതിനു മുന്നേ കുറെ വന്നിട്ടുണ്ട്. ഇപ്പോ ഇതിൽ പതിവാ ഇവിടെ. ഞാൻ എഡ്വേർഡ്, എബിന്ന് വിളിക്കും. ഒരു പ്രവാസിയാണ്, എഞ്ചിനീയർ ആണ്, 30 വയസ്സ്. വീട്ടുകാര് കല്യാണക്കാര്യം പറഞ്ഞ് സ്വയം കെടുത്തിയപ്പോ പിന്നെ അതങ്ങ് നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഉം, അയ്യോ എന്താ, എന്തു പറ്റി? ഇയാളുടെ കണ്ണ് നിറയുന്നുണ്ടല്ലോ. ഇതൊരു ഫോഴ്സഡ് ചടങ്ങാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. താൻ ടെൻഷൻ ആവണ്ട, ഞാൻ വീട്ടുകാരോട് എന്തെങ്കിലും പറഞ്ഞോളാം. ഏയ് ഇല്ല. ഉം, ഞാൻ പെട്ടെന്ന് ഒന്നുമില്ല. എബിച്ചൻ പറഞ്ഞു. ഏ എന്താ വിളിച്ചേ? ആ അത് സോറി, ഞാൻ പെട്ടെന്ന്. ഇറ്റ്സ് ഓക്കെ, അങ്ങനെ വിളിച്ചോ. തന്റെ പേര് അലീന എന്നാണല്ലേ? എന്താ വീട്ടിൽ വിളിക്കുന്നേ? അനീന്ന് വിളിക്കും. സത്യം പറയാലോ, എനിക്കിപ്പോഴേ കല്യാണമൊന്നും വേണ്ടെന്നായിരുന്നു. പക്ഷേ ഇയാളുടെ ഫോട്ടോ കണ്ടപ്പോ എന്തോ അങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ മനസ്സിന് പിടിച്ച മുഖം എന്നൊക്കെ പറയുന്ന പോലെ. പിന്നെ തന്നെ ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ. എപ്പോ? കൃത്യമായിട്ട് പറഞ്ഞ ഒരു 3 വർഷം മുമ്പാ, ഞങ്ങളുടെ മേരിമാതാ പള്ളിയിൽ പെരുന്നാളിന്. അന്ന് ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ആ പെരുന്നാളിന് അവിടെ ഞാൻ കണ്ട ഒരേ ഒരു സാഡ് ഫേസ്. ഒറ്റ നോട്ടമേ കണ്ടുള്ളൂ പ്രദക്ഷിണത്തിന്. പക്ഷേ മനസ്സിലെവിടെയോ ഉണ്ടായിരുന്നു. ചിലപ്പോ അങ്ങനെ കണ്ടതുകൊണ്ടാവും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, തനിക്ക് വേറെ റിലേഷൻ ഉണ്ടോ? മൊത്തത്തിലുള്ള ഒരു സിറ്റുവേഷൻ വെച്ച് എനിക്ക് അങ്ങനെയാ തോന്നുന്നേ. ഇറ്റ്സ് ഓക്കെ, തനിക്ക് എന്തും തുറന്നു പറയാം. എന്തായാലും എനിക്ക് തന്നെ അങ്ങ് ബോധിച്ചു. അപ്പൊ പിന്നെ ഇതൊക്കെ അറിഞ്ഞിട്ട് മതിയല്ലോ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാൻ. ഉണ്ടായിരുന്നു. ഞാൻ ജീവനെ പോലെ അല്ല, ജീവനായി സ്നേഹിച്ച ഒരാൾ ഇപ്പോഴില്ല. പോയി, എന്നെ വിട്ട് ദൂരെ. എനിക്ക് ഓടിയെത്താൻ പറ്റാത്ത അത്രയും ദൂരേക്ക്. പക്ഷേ ഇന്ന് ഞാൻ ആ മുഖം 5 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടു, ഇവിടെ. വാട്ട്? താൻ എന്തായി പറയുന്നേ? ഐ കാൺ ബിലീവ് ദിസ്. എന്നെ പോലെ സെയിം ഫേസ്. ഇതെന്റെ എബിച്ചൻ, എബിൻ തരകൻ. ആർമിയിലായിരുന്നു. ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. 5 വർഷം മുമ്പ് നടന്ന ഒരു മഞ്ഞിടിച്ചിലിൽ മരിച്ച 4 ജവാന്മാരിൽ ഒരാൾ. കുറെ നാളെ സ്നേഹിച്ച് വീട്ടുകാരൊക്കെ സമ്മതിച്ച് വിവാഹമൊക്കെ ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ പട്ടാളക്കാരുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒക്കെ ഒരു നീർക്കുമ്പളയുടെ ആയുസല്ലേ ഉള്ളൂ. എന്നെ വിട്ടിട്ട് പോയി. അന്ന് തൊട്ട് ഞാൻ ഇങ്ങനെയാ, ആകെ ഇരുണ്ട് മൂടി. അപ്പച്ചനും അമ്മച്ചിയും ഒത്തിരി കഷ്ടപ്പെട്ടു എന്നെ ഇങ്ങനെയെങ്കിലും ഒന്ന് ആക്കിയെടുക്കാൻ. സോ സോറി. ഞാനൊരു സിമ്പിൾ ലവ് സ്റ്റോറി പ്രതീക്ഷിച്ചാ തന്നോട് ചോദിച്ചേ. പക്ഷേ ഇത് ഐ എം സോറി. സാരമില്ല, ഞാനിപ്പോ ഓക്കെ ആയി. എങ്കിലും ചില നേരത്ത് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് വരും. ഞാൻ എടോ കരയല്ലേ. താൻ ഇങ്ങനെ കരയുന്ന കണ്ടുകൊണ്ട് പുള്ളിക്കാരൻ എങ്ങനെ അവിടെ സന്തോഷത്തോടെ ഇരിക്കും? ചിലപ്പോ വിധി അങ്ങനെയാ, വല്ലാതെ ക്രൂരനാക്കും. പക്ഷെ തളരരുത്. ഇനിയും തന്റെ സന്തോഷം മാത്രം ആഗ്രഹിച്ച് ജീവിക്കുന്ന കുറെ പേരില്ലേ ഇവിടെ. അവരെ ഓർക്കണം, അവരെ കൂടി പരിഗണിക്കണം. ഞാൻ ശ്രമിക്കുന്നുണ്ട് അവരെ വേദനിപ്പിക്കാതെ. ദാ അവര് വിളിക്കുന്നു. അപ്പോ എന്താ ഞാൻ അവരോട് പറയണ്ടേ? എനിക്ക് ഇയാളെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്കറിയാം തന്റെ ഒരു മാനസികാവസ്ഥ. എന്തോ ഇയാൾ എന്റെയാണെന്നൊരു തോന്നൽ. ചുമ്മാ ക്രിഞ്ച് പറയുന്നതല്ല കേട്ടോ, സത്യം. പക്ഷേ ഇയാളുടെ തീരുമാനം മാത്രമേ നടക്കുകയുള്ളൂ. എനിക്ക് വേറെ ആരായാലും ഞാൻ നോ മാത്രമേ പറയുള്ളൂ. പക്ഷേ
ഈ മുഖത്തോട് എനിക്ക് എനിക്കറിയില്ല ഞാൻ എന്താ പറയണ്ടേന്ന്. ടെൻഷൻ ആവണ്ട, ആലോചിക്ക്. തീരുമാനം എന്തു തന്നെയായാലും എന്നെ അറിയിക്കണം. ഇതാ, ഇതിൽ എൻ്റെ നമ്പറുണ്ട്. എന്നാൽ ഞാൻ ഇറങ്ങുവാ. ബൈ. അനിമോളെ, എന്തായി തീരുമാനം? ഇന്ന് എഡ്വേർഡ് മോന്റെ പപ്പ വിളിച്ചിരുന്നു. ഇവിടുത്തെ തീരുമാനം എന്തായിന്ന് അറിയാൻ. മോനോട് ചോദിച്ചപ്പോ കൊച്ചിന്റെ തീരുമാനം അറിഞ്ഞിട്ട് ഒരു തീരുമാനം എടുക്കാന്നാ പറഞ്ഞത്. നാളെ ഇബിമോന്റെ ഓർമ്മ ദിവസമല്ലേ? പള്ളി പോയി വന്നിട്ട് അവരെ വിളിച്ചൊരു തീരുമാനം അറിയിക്കണം. ഉം. ശോ, കൊച്ചു മര്യാദയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ. അതിന് നിർബന്ധിക്കണ്ട പാപ്പ. കൊച്ചിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് നടത്തിയാൽ മതി. അതുകൊണ്ടല്ല മേരി, ആ കൊച്ചി ഇവിടുത്തെ അഭിപ്രായം അറിയാൻ നോക്കിയിരിക്കുവല്ലേ. ഞാനതൊന്ന് ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ. നാളെ ഇബിമോ മരിച്ചിട്ട് 5 വർഷം തികയും. ഇനി ഇങ്ങനെ ആയാൽ ശരിയാവില്ലല്ലോ. ഇതിപ്പോ ആ മോൻ കാണാൻ നമ്മുടെ ഇബിമോന്റെ നല്ല ചായയുണ്ട്. ഞാൻ നോക്കിയിട്ട് ഇത് തന്നെയാ നമുക്ക് പറ്റിയ ബന്ധം. സത്യം പറയാലോ പാപ്പ, ആ കൊച്ചിനെ കണ്ടപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞു പോയി എനിക്ക്. പെട്ടെന്ന് എബിമോൻ ലീവിന് വന്നതാണെന്ന് ഓർത്തു പോയി ഞാൻ. എല്ലാം നല്ലപോലെ നടക്കട്ടെ. എന്റെ പൊന്നെബിച്ച, ഒന്ന് വേഗം വരുവോ? എനിക്ക് കാണാൻ കൊതിയാവുന്നു. ഓരോ ദിവസം ഒരു വർഷം പോലെ എനിക്ക് തോന്നുന്നേ. എൻ്റെ കൊച്ചേ, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ? പട്ടാളത്തിലെ കാര്യം നിനക്കറിയില്ലേ? ലീവൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചാലും അവസാന നിമിഷം വല്ല എമർജൻസി വന്നാൽ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യും. അതോർത്താ എനിക്ക് പേടി. ഇനി എക്സ്റ്റെൻഡ് ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ മനുഷ്യ. നമ്മുടെ കല്യാണം ഞാനിപ്പോഴേ പ്ലാനിങ് ഒക്കെ തുടങ്ങി. ഇനി നിങ്ങൾ വരാതിരിക്കല്ലേ. പേടിക്കണ്ട വേണ്ടേ, പേപ്പറുകളൊക്കെ ശരിയായിട്ടുണ്ട്. ഒരു 90% ഉറപ്പായിട്ട് ഞാൻ കൃത്യസമയത്ത് എത്തും. നീ പ്ലാനിങ് ഒക്കെ നടത്തിക്കോന്നേ. പിന്നെ പിന്നെ ഒരു കാര്യം, കല്യാണം കഴിഞ്ഞേ നമുക്ക് നേരെ മൂന്നാറിലേക്ക് പോണം. ആ മഞ്ഞും തണുപ്പും തേയിലത്തോട്ടങ്ങളും നമ്മളും, ഹോ, ഓർക്കുമ്പോ തന്നെ എന്ത് രസവാ. മൂന്നാറല്ലേ? സമ്മതിച്ചു. എൻ്റെ കൊച്ചിന് ഇഷ്ടം പോലെ. അല്ല, ഒത്തിരി പ്ലാൻസ് ഉണ്ടല്ലോ. ഇനി ഇതിനിടയ്ക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ, ഞാനങ്ങ് ഇല്ലാതായാൽ എൻ്റെ കൊച്ചെന്ത് ചെയ്യും? ബിജ, ഇപ്പൊ നിർത്തിക്കോ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എന്നെ സങ്കടപ്പെടുത്തുന്ന നോക്കുവോ അല്ലെ? ഇങ്ങനത്തെ തമാശകൾ എനിക്ക് ഇഷ്ടമല്ല. ബിജിന് അറിയില്ലേ? ഞാൻ വെറുതെ ചോദിച്ചതല്ലേ, കരയിലെ പെണ്ണെ. വെറുതെ ആണെങ്കിൽ ഇങ്ങനെയൊന്നും പറയരുത്. ആ മുഖം കാണാതെ, ആ ശബ്ദം കേൾക്കാതെ ഒരു ദിവസം പോലും എനിക്ക് ചിന്തിക്കാൻ വയ്യ. എബിച്ചിനില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് ഓർക്കാൻ പോലും എനിക്ക് പേടിയാ. ദുഷ്ടൻ എന്നെ കരയിപ്പിക്കാനായിട്ട്. ഞാൻ വെക്കുവാ, അപ്പോ എനിക്ക് ഉറങ്ങണം. സോറി പെണ്ണെ, ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. നിന്നെ തനിച്ചാക്കി ഞാൻ എങ്ങും പോകില്ലെന്നേ. നിന്റെ കൂടെ ഞാൻ എന്നും ഉണ്ടാവും. ഇനി ഞാനിങ്ങനെ പറയില്ല, സത്യം. എഡ്വേർഡ് ചാക്കോ, കുന്നുംപുറം വീട്ടിൽ മത്തായി ജോസഫിന്റെ മകൾ അലീന മത്തായിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നിന്റെ പൂർണ്ണ മനസ്സോടെയും മാതാപിതാക്കളുടെ സമ്മതത്തോടെയും നീ സമ്മതിക്കുന്നുവോ? ഞാൻ സമ്മതിക്കുന്നു. അലീന മത്തായി, പുത്തൻപുരയിൽ വീട്ടിൽ ചാക്കോ വർഗീസിന്റെ മകൻ എഡ്വേർഡ് ചാക്കോയെ നിന്റെ ഭർത്താവായി സ്വീകരിക്കാൻ നിന്റെ പൂർണ്ണ മനസ്സോടെയും മാതാപിതാക്കളുടെ സമ്മതത്തോടെയും നീ സമ്മതിക്കുന്നുവോ? ഞാൻ സമ്മതിക്കുന്നു.
പുത്തൻപുരയിൽ കുടുംബത്തെയും കുന്നൻപുറം കുടുംബത്തെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ മക്കൾ വിശുദ്ധിയോടെയും വിശ്വാസത്തോടെയും കൂടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. എബിച്ചൻ, വേണ്ട, പോവല്ലേ. എബിച്ച, 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 ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കറിയില്ല. എൻ്റെ എബിച്ചിന് പകരമായി ആരെയും എനിക്ക് പറ്റില്ല. പക്ഷേ ആ മുഖം, എങ്ങനെ ഞാൻ ആ മുഖത്തിനോട് മുഖം തിരിക്കും? ഇപ്പൊ തന്നെ എനിക്ക് കാണാൻ തോന്നുക. 5 വർഷമായില്ലേ ഞാൻ ഒന്ന് കണ്ടിട്ട്, ഒന്ന് മിണ്ടിയിട്ട്. ആ ശബ്ദം കേട്ടിട്ട് എനിക്ക് കൊതിയാകുമോ എബിച്ച? ആ മുഖം തൊട്ട് മുമ്പിൽ കണ്ടിട്ട് മതിയാവാത്ത പോലെ പോയപ്പോ എന്തോ വീണ്ടും ഞാൻ ഇരുണ്ടു പോയതുപോലെ ആകെ ഒരു ശ്വാസം മുട്ടൽ. കർത്താവേ, ഞാൻ എന്താ ചെയ്യുക? എനിക്ക് വേണം. ഹലോ, എബിച്ച, എന്തോ? എനിക്ക് വേണം എൻ്റെ കൂടെ ഈ ജീവിതം മുഴുവൻ സ്നേഹിക്കാൻ, ഒത്തിരി പരിഭവം പറയാൻ, അടികൂടാൻ. എനിക്ക് വേണം. എൻ്റെ എബിച്ചനാകുമോ? അതിനെന്താ, 100 വട്ടം സമ്മതം. ഇത് എനിക്കറിയാം ഈ ഫോട്ടോ തനിക്ക് എത്ര പ്രിയപ്പെട്ടതാണെന്ന്. അതുപോലെ ഒരിക്കലും ഒരാൾക്ക് ഒരാളുടെ പകരമാകാൻ പറ്റില്ലെന്നും അറിയാം. പക്ഷേ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. ഇനി ഈ മുഖമോർത്ത് കരയാൻ ഞാൻ ഇടവരുത്തില്ല. അത്
ഈ എബിച്ചന്റെ ഉറപ്പ്. ഇപ്പോ കിടന്നു. നമുക്ക് പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് പതുക്കെ ജീവിച്ചു തുടങ്ങാം.